നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഫുഡിൻ്റെയും അങ്ങനെ ട്രാവലും ഒന്നുമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞിട്ടും പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചെറിയ ഡിപ്ലോമ കോഴ്സസോ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാസ് കൊടുക്കാമെന്ന് ഓർത്തു. കേരള സർക്കാരിൻ്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതി വഴിയാണ് ഈ കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ പല പല കോളേജുകളിലാണ് ഈ കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ ഗവൺമെൻറ് കോളേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകളിലായിരിക്കാം ഈ കോഴ്സസ് നടക്കുന്നത്. പിന്നെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 6 മാസം തൊട്ട് 1 വർഷം വരെയുള്ള കോഴ്സാണ്. അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും വർക്കിംഗ് ഡേയ്സിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് സ്കീം വരുന്നത്. തിങ്കൾ ടു വെള്ളി വരെയുള്ള റെഗുലർ ബാച്ചസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശനിയാഴ്ച ഒരു ദിവസം മതിയെങ്കിൽ ആ ശനിയാഴ്ച ഒരു ദിവസം ഓപ്റ്റ് ചെയ്യാം. ഞായറാഴ്ച മാത്രം വേണമെങ്കിൽ അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഈവനിങ് ബാച്ചസ് അവൈലബിൾ ആണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ CCKയുടെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൂടാതെ NSDCയുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. ഇനി ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കോഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാവേ. അതിൻ്റെ ഫീസും അതിൻ്റെ കാലാവധിയൊക്കെ ഇവർ ഇതിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ശരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഇതിൽ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുക്കാം. അതും അല്ലെങ്കിൽ അവരുടെ സൈറ്റ് കയറി നോക്കുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ്, അതിൻ്റെ സിലബസ്, അങ്ങനെ പല കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഏത് കോളേജിലാണെന്ന്. എറണാകുളത്താണെങ്കിൽ ഗവൺമെൻറ് പോളി, വുമൻസ് പോളി, പിന്നെ സെൻറ് തെരേസാസ്, അങ്ങനെ പല കോളേജുകളിൽ കോഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം അവിടെ ഉള്ളത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഞാനിവിടെ കോഴ്സ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ PDFT എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറഞ്ഞ കോഴ്സ് നമ്മുടെ ഗവൺമെൻറ് പോളി കളമശ്ശേരിയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. കോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ PDFTയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ കളമശ്ശേരി കോളേജിലായിരിക്കില്ല നമ്മുടെ ഇത് വരുന്നത്. ക്ലാസ്സസ് വരുന്നത് ജിമ്മിലായിരിക്കും. ഏതെങ്കിലും ഒരു ജിമ്മിൽ അതിൻ്റെ ഇവിടെ ആയിരിക്കും ക്ലാസ് നടക്കുക. അപ്പോൾ PDFTയുടെ എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറ്റർഡേ ബാച്ചാണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ വർക്കിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. അങ്ങനെയാണ് ഞാനിത് ഓപ്റ്റ് ചെയ്തത്. 10 to 4 ക്ലാസ് വരുന്നത്. പിന്നെ ഗവൺമെൻറ് പോളിയിലാണ് ഞാൻ ചേർന്നിരിക്കുന്നതെങ്കിലും ക്ലാസ്സസ് വരുന്നത് പാലാരിവട്ടത്തുള്ള ഒരു ജിമ്മിലാണ്. അവിടെ ഒരു സാറുണ്ടാവും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. പിന്നെ പ്രാക്ടിക്കൽ സെക്ഷൻസ് വേണമെങ്കിൽ അവിടുത്തെ ജിമ്മിൽ തന്നെയാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ 30,000 രൂപയാണ് PDFTയുടെ ഫീസ് വരുന്നത്. ആദ്യം നമ്മൾ ചേരുമ്പോൾ ഒരു 5,000 അല്ലെങ്കിൽ 10,000 രൂപ എന്താണ് അഡ്മിഷൻ ഫീസ് അവർ മേടിക്കുന്നത്. ഞാൻ 10,000 ആയിരുന്നു കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫീസ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടക്കാം. 2 ഘട്ടമായിട്ട് നമുക്ക് അടക്കാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. അത് ഓരോ എക്സാമിന് മുന്നേ ആയിട്ടായിരിക്കും അവർ പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ഇൻറ്റേർണൽസ് നടത്തും, വൈവ ഉണ്ടായിരിക്കും. നല്ല ക്ലാസ്സസുമാണ് എടുക്കുന്നത് കേട്ടോ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസാണ് വരുന്നത്. ഇപ്പോൾ പ്രാക്ടിക്കൽസ് വരുന്നത് വേറെ സാറായിരിക്കും, ചിലപ്പോൾ പഠിപ്പിക്കുന്നത് വേറെ സാറായിരിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് തന്നെ സിലബസിൽ യോഗയൊക്കെ ഉണ്ട്. അതിൻ്റെ ബേസിക്സും പഠിപ്പിക്കുന്നുണ്ട് അവർ. നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് കോളേജിലാണ്, ഏത് ജില്ലയിൽ ഏത് കോളേജിലാണ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ ആ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം താഴെ. അതുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറും ഉണ്ട്, അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ഇവരുടെ ബ്രൗഷറിൽ തന്നെ ഉള്ള കേട്ടോ. നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഫൈബർ ഒപ്റ്റിക്സ് ആൻഡ് ഡിജിറ്റൽ സെക്യൂരിറ്റി സിസ്റ്റം, പിന്നെ ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ ഫീസും ഇതിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷനും ക്വാളിഫിക്കേഷനും ഒക്കെ ഇതിൻ്റെ സൈഡിൽ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവരത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശനിയാഴ്ചയാണ് ഞാൻ ക്ലാസ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞ് ഫ്രീ ടൈമാണ്. ശനിയാഴ്ച എനിക്ക് കൂടുതൽ ടാസ്കുകളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഈ കോഴ്സിന് പോകാൻ പറ്റുന്നുണ്ട്. 10 to 4 ടൈം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ വർക്കിംഗ് ആണ്,
നിങ്ങൾക്ക് വൈകിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ടത്തെ സമയം ഓപ്റ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു കോളേജിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കുന്നു അതേപോലെ തന്നെയാണ് അവിടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ അവിടെ എൻറോൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റൊക്കെ ഇടും, എന്തോ റിസർവേഷനും അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ പോയി അടുത്തുള്ള കോളേജോ അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിലോ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുക, അഡ്മിഷൻ പ്രോസസ്സ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. അഡ്മിഷൻ എടുക്കുന്നത് ഒക്ടോബർ കഴിഞ്ഞിട്ട് നവംബറിലാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. എനിക്ക് കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നെങ്കിലും ട്യൂട്ടറും കൂടെയുള്ള ഫ്രണ്ട്സും ഒക്കെ എന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തു കവറപ്പ് ചെയ്യാൻ. അങ്ങനെ ഞാൻ അത് കവറപ്പ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ 2 ഇൻറ്റേർണൽസൊക്കെ കഴിഞ്ഞു, പ്രാക്ടിക്കൽസും കുറച്ചൊക്കെ കഴിഞ്ഞു. ഇനിയും കുറച്ച് ക്ലാസ്സസും കൂടി ഉണ്ട്. എന്നാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പല ഏജിലുള്ളവരാണ് അവിടെ ഉള്ളത്. എല്ലാവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ ശരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സ് ഒരിക്കലും മിസ് ചെയ്യരുത്. ടൈം ഉണ്ടെങ്കിൽ എന്തായാലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഈ ഹെൽപ്പ് ലൈനിലോ അല്ലെങ്കിൽ ഇവരുടെ സൈറ്റ് വഴിയോ നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ എന്തായാലും.